നമ്മുടെ രാവിലത്തെ മേക്കപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ നമ്മുടെ കസിൻ ചേട്ടന്റെ വീട്ടിലേക്ക് പോയിട്ടോ. അവിടെ ആ കസിൻസിനെയൊക്കെ കണ്ട് നല്ല എൻജോയ് ചെയ്ത് എല്ലാവരോടും വർത്താനൊക്കെ പറഞ്ഞു. നമ്മൾ വന്ന ടൈമിലായിരുന്നു കേട്ടോ കല്യാണ ചെക്കന്റെ ഫോട്ടോഷൂട്ട്. അപ്പൊ ചേട്ടന്റെ ഉഗ്രൻ ഫോട്ടോ പോസ് ഒക്കെ കണ്ട് ഞങ്ങൾ അങ്ങനെ അങ്ങ് നിൽക്കുമായിരുന്നു കുറച്ചു നേരം. പിന്നെ കുറച്ച് ടൈം നമ്മളും ഫാമിലി ഫോട്ടോസ് എടുത്തു. പിന്നെ നേരെ പ്രെയർ ആയിരുന്നു. പ്രെയർ കഴിഞ്ഞതാ കല്യാണ ചെക്കനും നമ്മളെല്ലാവരും കൂടെ ഇറങ്ങുവാണ് കേട്ടോ കല്യാണ പെണ്ണിന്റെ വീട്ടിലേക്ക്. പെണ്ണിന്റെ വീട്ടിലേക്ക് നമ്മളെല്ലാരും പോയത് ഈ ഒരു ടൂറിസ്റ്റ് ബസ്സിലാണ്. അധികം ദൂരമില്ല. അതുകൊണ്ട് എനിക്ക് തോന്നി ഇനി കുറെ നേരം ഇരിക്കണ്ട, നമുക്ക് ഡാൻസ് കളിച്ച് തുടങ്ങാന്ന്. ഞാനാണ് കേട്ടോ സ്റ്റാർട്ട് ചെയ്തത്. എല്ലാവരും അപ്പൊ തന്നെ വന്ന് ജോയിൻ ചെയ്തു. അല്ലെങ്കിൽ അടിച്ചുപൊളി പാട്ട് കേൾക്കുമ്പോ ആരല്ലേ സീറ്റിലിരിക്കുക. നമ്മളെല്ലാവരും അടിച്ചു പൊളിച്ചു കേട്ടോ. ഞാനിപ്പോ കളിക്കുന്നില്ല. ഇപ്പൊ കളിച്ചാൽ എന്റെ മേക്കപ്പ് ഒലിച്ചു പോകുന്നു പറഞ്ഞ എന്റെ ചേച്ചിയാണ് കേട്ടോ ഇപ്പൊ ഏറ്റവും കൂടുതൽ ഡാൻസ് കളിക്കുന്നത്. ചേട്ടനും ഒട്ടും വിട്ടുകൊടുക്കുന്നില്ല. രണ്ടുപേരും മത്സരിച്ചാണ് കളിക്കുന്നത്. പെട്ടെന്ന് തന്നെ പള്ളി എത്തിട്ടോ. പള്ളി എത്തിയപ്പോഴത്തേക്കും നമ്മളെല്ലാവരും ആവശ്യമായി. കാരണം അതുപോലെയാണ് നമ്മൾ ബസ്സിൽ വെച്ച് ഡാൻസ് കളിച്ചത്. ആ കല്യാണ പെണ്ണ് എത്തി. ഇനി നമ്മൾ പോകുന്നത് സമ്മതമാണോ എന്ന് അച്ഛൻ ചോദിക്കുമ്പോൾ ഇവർ രണ്ടുപേരും സമ്മതമാണ് എന്ന് പറയുന്ന ചടങ്ങിലേക്കാണ്. പള്ളിയിലെ പ്രയറൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ ഓഡിറ്റോറിയത്തിലേക്ക് പോയി. ഇനിയുള്ള കാര്യങ്ങളൊക്കെ അവിടെയാണ്. ചേട്ടന് കാതുകൂത്താൻ നല്ല ആഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞപ്പോഴാണ് കേട്ടോ ഞാൻ പൊട്ടു വെച്ചു കൊടുത്തത്. കേക്ക് കട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മളെല്ലാവരും ഭക്ഷണം കഴിക്കാൻ ഇരുന്നു കേട്ടോ. നല്ല അടിപൊളി നാടൻ ഭക്ഷണമായിരുന്നു. കല്യാണ പെണ്ണിന്റെ കസിൻസിന്റെ ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ഫുഡ് കഴിക്കുന്നതിന്റെ ഇടയിൽ അതൊക്കെ കണ്ട് എൻജോയ് ചെയ്തിരിക്കുമായിരുന്നു. ഫുഡ് കഴിച്ചു കഴിഞ്ഞ് നമ്മളെല്ലാവരും കൂടെ കല്യാണ ചെക്കന്റെയും കല്യാണ പെണ്ണിന്റെയും കൂടെ ഒരു പിക്ക് എടുക്കാൻ വേണ്ടി സ്റ്റേജിൽ കയറി. ഒന്നും കുറച്ചില്ല, ഫോട്ടോ, വീഡിയോ, സെൽഫി അങ്ങനെ എല്ലാം തന്നെ എടുത്തു. അപ്പൊ ശരി, പിന്നെ കാണാം. ബായ്.